എവിടെയാ ഡോക്ടർ നന്ദകുമാർ? എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങൾ ഡോക്ടർ നന്ദകുമാരെ കാലമാരാണ്. നിൽക്ക്, എന്ത് കാര്യം നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. സംസാരിക്കാൻ അങ്ങനെ ശബ്ദം വേണ്ടേ? നിങ്ങൾ കേൾക്കണം. സുപ്രസിദ്ധ നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠനെ തൊണ്ടയിൽ കിറ്റിക്കിറ്റായിട്ട് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നത് 2 ആഴ്ച മുമ്പാ. തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള എല്ലാ പാർട്സിന്റെയും എക്സ്റേയും സ്കാനിങ് എടുത്തിട്ടൊടുവിൽ ഇയാളുടെ മരുമകൻ മരമണ്ടൻ ഡോക്ടർ ശബ്ദമില്ലാണ്ടാക്കി. മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി സംസാരിക്കുന്ന എന്റെ സഹോദരൻ ഇവിടെ പ്രതികാരത്തിനായി വന്നിട്ടുണ്ട്. വിളിക്കടാ മണിയടാ. ആ ഡോക്ടറെ പുറത്തേക്ക് ഇറക്കി വിട. കഴുതയുടെ മോനെ, കഴിവേരുടെ മോനെ. നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീ പോടാ അമ്മായിച്ചൻ കഴുതേ. പോലീസിനെ വിളിക്കടാ. പോലീസിനെ ഞങ്ങൾക്ക് പുല്ല. ധൈര്യം കൊണ്ട് വിളിക്കണം മരപ്പെട്ടി. ഓ, ഇനിയിപ്പോ ആരെയാ ഒന്ന് വിളിക്കുക എന്റെ ഈശ്വര. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചിട്ട്? അയ്യോ വേണ്ട, കോത്താഴ് മതി. ഞാൻ ഇച്ചിരി ബോൾഡാക്കി പറഞ്ഞോളാം. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചാലും അവനെ പൊക്കിയെടുത്ത് തിരിച്ചവന്റെ ബോന്നലെ ഷേപ്പ് ചെയ്യാൻ പറ്റൂ. കേറി നേരത്തെ ആശുപത്രി. നിൽക്ക് നിൽക്ക്, ഡോക്ടർ ഇവിടെ ഇല്ല. ഒരു മാസം കഴിഞ്ഞേ വരൂ. എവിടെ പോയി? സൈലന്റ് വാലി പോയിരിക്കുക. അവനെ തലയിലാക്കണ ആരും ഞാൻ ഏറ്റു. എപ്പോ കണ്ടാലും അപ്പം തട്ടു. കേറ വണ്ടിയില് കാര്യം വിളിക്കാ പോണോ? വിജയ് മോളെ വരുന്നു. എന്താ എവിടെ മോളെ നിന്റെ കെട്ടിയോൻ? ഹോസ്പിറ്റലിൽ പോ, റെഡിയാവുക. നന്ദാ, എങ്ങോട്ടേക്കാണാവോ? അയ്യോ മതി മതി, മനസ്സിലായി. ഹോസ്പിറ്റലിലേക്കാണെന്നാ. അതെ, അങ്ങോട്ട് ചെല്ലേ. എടാ, നീ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തൊരു ശബ്ദം പോയി എന്ന് പറഞ്ഞ അവിടെ ആകെ ബഹള. എന്നെ കണ്ടാ തല്ലി കൊല്ലുന്നാ പറഞ്ഞത്. ഈശ്വര, വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാ നടക്കണത്. ഞാൻ ഒരു സാധാരണ MBBS ഡോക്ടറാ. ത്രോട്ട് പെയിനുമായിട്ട് വന്ന അയാളെ ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞതാ. വിജിയുടെ അച്ഛനാ പറഞ്ഞത് ഞാൻ തന്നെ നോക്കിയാ മതി. പണി പഠിക്കുമ്പോ 1-2 തൊണ്ടയൊക്കെ പോയിന്ന് വരും. അത് ഹോസ്പിറ്റൽ ബിസിനസിൽ പതിവാ. എങ്കിൽ നമുക്കയക്ക് നഷ്ടപരിഹാരം കൊടുക്കാം. നാണോ ഇല്ലല്ലോ നിങ്ങൾക്കിത് പറയാൻ. വേറെ ഒരു MBBS സർട്ടിഫിക്കറ്റും ആയിട്ടാ നീ എന്റെ മോളെ കെട്ടിയത്. ആശുപത്രിയും ഈ വീടും കാറൊക്കെ ഞാൻ ഉണ്ടാക്കിയതേ. പലരുടെയും കഴുത്തറത്തിട്ടാ. അറിയാം നിനക്ക്? അയ്യോ, ആദ്യം നല്ലൊരു ഡോക്ടറെ കണ്ടി നശിച്ച വിക്കൊന്ന് മാറ്റ്. ഡോക്ടറെ, ഡോക്ടറെ ഒന്ന് കാണാമെന്നതാ. പരിശോധന ആസ്പത്രിയിലാ. ഞങ്ങൾക്ക് ഡോക്ടറെ ഒന്ന് പരിശോധിക്കേണ്ടത്. ഒന്നാ വിളിച്ചേ. അപ്പോ നിങ്ങളെ അവൻ ഓപ്പറേഷൻ ചെയ്തോ? ഓപ്പറേഷൻ കേസല്ല ഇത്. അപ്പൊ തല്ലാൻ വന്നല്ല. നന്ദാ, എന്താ? കണ്ടാലാള് മാനിനാവുണ്ട്, പക്ഷെ കയ്യിലിരിപ്പ് ചെറ്റത്തരല്ലേ. നിങ്ങളാരാ? അനുപമയെ അറിയോ? ഇത്രയും കാലം അവളുടെ പിറകെ നടന്ന് പ്രേമിച്ചിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? ആരെ പ്രേമിച്ചു നിങ്ങൾ പറയണേ? നിങ്ങളാരാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഓഹോ, ഈ ഭാര്യ ഉണ്ടായിട്ടാണോ ഇവന് പണിക്കിറങ്ങി? ഏത് പണി? എന്ത് പണിന്നാ? ബാംഗ്ലൂർ പഠിക്കുന്ന നിങ്ങളുടെ അനന്തരവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കറക്കി കയ്യിലെടുത്തിരിക്കാൻ നിങ്ങളുടെ ഭർത്താവ്. കരളം കുറ്റിക്കിട്ടൊന്ന് പൊട്ടിക്കേണ്ടതാ. ഭാര്യയുടെ മുമ്പ് വെച്ച് വേണ്ടാന്ന് വിചാരിച്ചാ. നിങ്ങൾക്ക് ആള് മാറിയതാവും. ആദ്യം ഒന്ന് മാറി പാലക്കാരൻ കോച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു താനാണെന്ന്. പോരുത്. ഇനി ബപ്പന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ നിന്റെ പെടലിക്കുമ്പോൾ തല കാണില്ല. അവർക്ക് ആള് മാറിയതാവും. ഇനി എന്തോ നോക്കി നിൽക്കാനടി? ഇപ്പൊ ഇറങ്ങണേ വീട്ടിന്ന്. ഇനി കണ്ണ കണ്ട പെണ്ണുങ്ങളെ കൈ വീട്ടിൽ കയറ്റി പുറപ്പെട്ട് നിൽക്കാണോ? ഇറങ്ങടി, ഇറങ്ങാൻ. അവളെ നിന്നോട് ഉള്ള പൊറുതി മതിയാക്കി. ഒന്നുകിൽ അനുപമയെ ഡോക്ടർ ചതിച്ചു, അല്ലെങ്കിൽ അവള് പറയുന്നത് പച്ചക്കള്ളം. വിമാനത്തിൽ പണിക്കൂടാത്തതിന്റെ പ്രതികാരം പെണ്ണിന്. ഞാൻ ദയാ കിളവൻസിനോട് എല്ലാ എരിവും പുള്ളിയും ചേർത്ത് തട്ടിയിട്ടുണ്ട്. അങ്ങേരെ ഒന്നും വിടാതെ അമ്മ ഒന്നും പറഞ്ഞിരിപ്പോണ്ട്. ഓ, ഇനി അവളെ എന്ത് കുന്തം പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കില്ല. അച്ഛാ, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഏക തടസ്സം. നമ്മൾ ഒറ്റക്കെട്ടാവുന്നു, തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം മുത്തച്ഛൻ അറിയിക്കുന്നു. അങ്ങനെ അനുപമയും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. നല്ല തീരുമാനം. നമുക്കിതൊന്ന് കൈയടിച്ച് പാസ്സാക്കാം. അതങ്ങ് പള്ളി ചെന്ന് പാസ്സാക്കിയാ മതി. മോഹനകൃഷ്ണൻ അനുപമയെ കെട്ടുമ്പോ ഞങ്ങൾ അങ്ങ് അണ്ണാക്കി വെല്ലം തള്ളി മാനത്തേക്ക് നോക്കി നിൽക്കണോ? എന്റെ മകൻ കെട്ടിയാൽ നിങ്ങളെ വെറുങ്കയോടെ ഇറക്കി വിടുന്നാണോ വിചാരം? അല്ല, സ്വത്തില് കുറച്ചങ്ങട് തരും.
എതിർപ്പില്ല. അമ്മേ നീ മിണ്ടാരിയടാ. സ്വത്തിന്റെ മുക്കാലും ഞാൻ കിട്ടണം. അതെ, ബാക്കി കാലും പെണ്ണും നിങ്ങൾക്ക്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, കാലും പെണ്ണും നിങ്ങൾക്ക് മുക്കാൽ ഇങ്ങനെ തന്നേക്ക്. ആരുടെ കാലിന്റെ കാര്യം പറയുന്നേ? ആനയുടെ കാലേ അച്ഛാ പെണ്ണെനിക്ക് മസ്റ്റാ. എന്ന് പറഞ്ഞാ എന്തിനും ഏതിനും ഒരു മര്യാദ ഇല്ലേടാ. എന്നാ പിന്നെ 50-50. അയ്യോ, പാതി പെണ്ണോ? ഓ ഇത് നടക്കില്ല. നടക്കണ്ട. അച്ഛാ തർക്കം വേണ്ട. സ്വത്തിനേക്കാളും എനിക്ക് വലുത് അനുപമയാണ്. 60% കൊടുത്തേക്കൂ. അവന്റെ ആഗ്രഹമല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. സമ്മതമാണോ? എന്നെ കൈകൊട്. വെറും 10% ഡിസ്കൗണ്ടിൽ എനിക്ക് പെണ്ണ് പോയി. നീ വിഷമിക്കണ്ടടാ. നിനക്ക് നല്ലൊരു പെണ്ണിനെ 10 വർഷത്തിനകം ഞാൻ കണ്ടുപിടിക്കും. താങ്ക് യു. ഒരല്പം പ്ലാനിങ് മിസ്റ്റേക്ക് പറ്റി. പെട്ടെന്ന് മുത്തച്ഛൻ എടുത്തു ചാടുന്ന് കരുതിയില്ല. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ ഇറക്കും. അയ്യോ, എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് പുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം എന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. വേണ്ട കുട്ടാ. ഒന്നുകൂടെ വിളിച്ചേ. കുട്ടാ, ഞാൻ ഹാപ്പി. ഇതൊക്കെ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇടയ്ക്ക് ഇതുപോലെ എന്റെ കൺട്രോൾ വിടും. അനു വേണോ എന്നെ കടിഞ്ഞാനിടാൻ? ആരോ വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കാണണം. കാണാം. അപ്പുറത്ത് നിങ്ങൾ രണ്ടു ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ആ ഒടുവില ഓമനെ കൂട്ടാ സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ? അതല്ല, ആ. അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അത് അനുപമ തീരുമാനിക്കട്ടെ. ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലതും സംസാരിക്കാനുണ്ട്. മോഹനേഷ ലാലേട്ടാ, കൺട്രോളിംഗ്. സംസാരിച്ചോളൂ. ഓൺലി 2 minutes. ശല്യം എന്റെ വേറൊന്നുമല്ല. ഒടുവിൽ നറക്ക് എനിക്ക് വീണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ആഹാ, ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റ്? എങ്കിലൊരു ചെറിയ സത്യം ഞാൻ പറയാം. മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. ലാലേട്ടാ, ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ആ, ഒന്നും പറയാറായിട്ടില്ല. ആ, ആ. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കേ? നിനക്ക് വേണ്ടി വേണേൽ ഞാൻ നിത്യബ്രഹ്മചാരിയാവും. നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് അനുപമ എനിക്ക് വേണ്ടടാ. മോനെ, നീ എന്തൊരു വിട്ടുത്തരമായി പറയുന്നേ. ഇതാണ് അച്ഛാ സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് നിനക്കില്ലാത്തതൊന്നും നിന്റെ മോനുണ്ട്. സഹോദര സ്നേഹം. സഹോദര, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നീ യഥാർത്ഥത്തിൽ വലിയ ഈ കൈമാറ്റത്തിൽ അനന്തന് സന്തോഷിക്കാം. സ്വത്ത് കൂടുതൽ കിട്ടുമല്ലോ. എനിക്ക് ഏട്ടനെ പോലെ ആക്രാതൊന്നുമില്ല. അനുപമയെ മോഹനകൃഷ്ണൻ തന്നെ കെട്ടു. ഇല്ല ഇല്ല, ഒരിക്കലും നടക്കില്ല. ഞാൻ നടത്തൂടാ. വിവാഹം ഒരിക്കലും നിർബന്ധിച്ച് നടത്തരുത് കളിച്ച. അതിന് നിന്നെയല്ലല്ലോ നിർബന്ധിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവനുമാളുമായിട്ടുള്ള കല്യാണം നടത്തും. അതിനൊരു മാറ്റമില്ല. ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ എനിക്ക് സമ്മതം. ആര് പഠിച്ചതാണ് ഈ പറയുന്നേ? പറയടാ. പറയാൻ അനുപമ പിഴച്ച പെണ്ണാണ്. അതുകൊണ്ടാണല്ലോ നീ പെട്ടെന്ന് എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്. ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നു. വിശ്വസിച്ചേ പറ്റൂ. അനുപമയ്ക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അനുപമ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റഡി ടൂറിന് ഗോവയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ച് യാദൃശികമായ ഒരു മലയാളി യുവാവുമായി പരിചയപ്പെട്ടു. അയാൾ അനുപമയ്ക്ക് ഒരു ഫെലൂഡ ഓഫർ ചെയ്തു. അത് കഴിച്ച് അവൾക്ക് ഓർമ്മയില്ലാണ്ടായി. ബോധം കെട്ടു. ഷീ ബിക്കം റിയലി അൺകോൺഷ്യസ്. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടമാവുകയും ചെയ്തു. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കണം? എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത്? ഒരു പെണ്ണിന് വിലപ്പെട്ടത് രൂപയല്ലടാ മണ്ട. ഓഹോ, ആഭരണങ്ങളാണോ? മുംബൈ കഴുത അയാളെ ഗോവയിൽ പലയിടത്തും തിരക്കി. കിട്ടിയത് അനുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ മാത്രം. ആ ഫോട്ടോയിലുള്ള ആളല്ലേ ഞാൻ കണ്ട ഡോക്ടർ? അത് തന്നെയല്ലേ ഞാൻ കണ്ട കോച്ച്. തനിക്ക് ഛായ തോന്നിയതായിരിക്കും. ചായം തന്നില്ല, പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ സമ്മതിച്ചു അവൻ തന്നെയാണെന്ന്. സമ്മതിച്ചോ? അങ്ങനെ വഴിയില്ലല്ലോ. നമ്മുടെ വക്കീല് പറഞ്ഞൊന്നും അച്ഛന് വിശ്വാസമായില്ലേ? പറഞ്ഞ് നേരെ ഏതാ നോണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതുപോലൊരു നിസാര കാര്യത്തിന് ലോകത്ത് ഒരു പെണ്ണും കള്ളം പറയില്ല. എല്ലാ സത്യം അറിഞ്ഞ് ഇനി ആര് വരും എന്റെ മോളെ കെട്ടാൻ? മുത്തച്ഛ, മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. നന്മ നിറഞ്ഞ മനസ്സും ഒരു പെണ്ണിന്റെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ നേരിടാൻ തന്റെ ഇടമുള്ള ഒരാൾ അനുപമയെ വിവാഹം ചെയ്യാനുണ്ട്. അല്ല, മുത്തശ്ശ, അനുപമ മനസ്സാവാച അറിയാൻ സംഭവിച്ച കാര്യമായതിനാൽ എനിക്ക് സമ്മതമാണ്. ഓമനിക്കുട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛാ. അവള് പിഴച്ചവളാണ്, പിഴച്ചവൾ. നോട്ട് ദിസ് പോയിന്റ്. ആയിക്കോട്ടെ, എന്റെ കുറുന്തോട്ടിക്ക് വേണ്ട. എന്റെ മോളെ കുറിച്ച് ആരും സഹതപിക്കണ്ട.
എനിക്കറിയാം എന്താ